ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്രിയങ്കയും വരുണും കൂടി സംസാരിച്ചു കൊണ്ട് നിന്ന സമയം പ്രിയങ്കയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് വരുൺ. പെട്ടെന്ന് തന്നെ ഇത് തൻ്റെ രാധികയുടെ കൈകൾ അല്ല എന്നുള്ള കാര്യം വരുണിന് മനസ്സിലായി. ഇതെന്താ ഇങ്ങനെ എന്ന് വരുൺ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ബിജു അവിടേക്ക് വന്നിട്ട് പറയുന്നു, എന്താടാ? ചിരിച്ചുകൊണ്ട് പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നു. നാണത്തോടെ നിൽക്കുകയാണ് ഇപ്പോൾ ബിജു ആണെങ്കിൽ വരുണിൻ്റെ അടുത്തേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞാൽ മണിയറ എത്തുമല്ലോ, ശരിക്ക് കണ്ണും കണ്ടൂടാ, പിന്നെ എന്തിനാടാ നീ ആക്രാന്തം കാണിച്ചത്? ബിജു, അത് പ്രിയങ്ക തന്നെ അല്ല എന്ന് വരുൺ പറയുമ്പോൾ അല്ലാതെ പിന്നെ എന്ന് ബിജു. എടാ, എന്തോ ഒരു മാറ്റം പോലെ. എടാ, കൈ നോക്കിയാൽ എനിക്കത് അറിയാം. അയാളുടെ കൈകളുടെ സ്പർശം എൻ്റെ ഹൃദയത്തിലുണ്ട്. പക്ഷേ ഇതെനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല എന്ന് വരുൺ. വെറുതെ അല്ല ആൾക്കാർ പറയുന്നത് കല്യാണം കഴിഞ്ഞാൽ പ്രണയം അപ്പോൾ ചത്തുപോകുമെന്ന്, അതുകൊണ്ട് തോന്നുന്നതാ ഇതൊക്കെയെന്ന് ബിജു. എടാ അല്ലടാ, എന്തോ പ്രശ്നമുണ്ട് എന്ന് വരുൺ. ഇതുവരെ കല്യാണം കഴിപ്പിക്കാനായിരുന്നു ബുദ്ധിമുട്ട്, ഇനിയിപ്പോൾ ഈ രാത്രിയും കൂടി കഴിഞ്ഞ് കിട്ടിയാലേ എനിക്ക് സമാധാനമാവൂ. ഈ കൈയിൻ്റെ സ്പർശം ഹൃദയത്തിൽ പതിഞ്ഞു എന്ന് പറയുന്നത് ഓരോ എഴുത്തുകാർ പടച്ചുണ്ടാക്കുന്നതാണ്, ചുമ്മാ എന്നൊക്കെ ബിജു പറയുന്നു. ശേഷം കാണിക്കുന്നത് യശോദയാണെങ്കിൽ രാധികയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. യശോദ മാത്രമല്ല മുത്തശ്ശിയും രണ്ടുപേരും മുറ്റത്തിറങ്ങി നിൽക്കുന്നു. പോയവളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ, ഇനി അവിടെ ചെന്ന് വല്ല കുഴപ്പം ഒപ്പിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ ടെൻഷനോടെ മുത്തശ്ശി. അമ്മയൊന്നും മിണ്ടാതിരിക്കോ, ഈ സംഭവിച്ച കാര്യങ്ങൾ കൊണ്ട് അവൾക്ക് യാതൊരു പങ്കുമില്ല. പ്രിയങ്കയെ അനുഭവിക്കാൻ നോക്കുന്നത് അവളിൽ നിന്നും തട്ടിപ്പറിച്ചതാണ്. കണ്ണീരിൽ മുങ്ങി നിൽക്കുന്ന ഒരുത്തിയോട് കുറച്ചെങ്കിലും കരുണ കാണിക്കമ്മയെന്ന് യശോദ. അല്ലെങ്കിലും പെറ്റതിനോടല്ല, നിനക്ക് പോറ്റിയതിനോടാണല്ലോ സ്നേഹം കൂടുതൽ എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. അവിടേക്ക് പെട്ടെന്ന് തന്നെ ഓടി വരികയാണ് രാധിക. മോളെ എന്തായെന്ന് യശോദ കൊടുത്തമ്മയെന്ന് രാധികയും. ആർക്കും നിന്നെ സംശയമൊന്നും തോന്നിയില്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു. ഇല്ല മുത്തശ്ശി, പൂജയുടെ കാര്യം പറഞ്ഞു, അപ്പോൾ എല്ലാവർക്കും വിശ്വാസമായി എന്ന് രാധിക. ഈശ്വര, അങ്ങനെ അത് എല്ലാം തീർന്നു കിട്ടി. അവൻ നിന്നെ കണ്ടോ വരുൺ എന്ന് മുത്തശ്ശി രാധികയോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആ കാര്യം ഓർക്കുകയാണ് രാധിക. എത്ര നേരമായിരുന്നു നിന്നെ കാത്തിരിക്കുന്നു, നിന്നോട് ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് രാധികയുടെ കയ്യിൽ പിടിച്ച് വലിച്ചതായിരുന്നു വരുൺ. ഈ കാര്യം രാധിക ഇപ്പോൾ ഓർക്കുന്നു. എടി കണ്ടോ എന്ന് വീണ്ടും മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇല്ല മുത്തശ്ശി എന്ന് രാധിക. ദേ, നിന്റെ കഴുത്തിൽ വരുൺ താലി കെട്ടിയ വിവരം നമ്മളല്ലാതെ പുറത്ത് ആരും അറിയാൻ പാടില്ല എന്ന് മുത്തശ്ശി പറയുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രിയങ്കമ്മളുടെ ജീവിതത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ ചത്ത് കളയുമെന്നും മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. പക്ഷേ അതിനു മുന്നേ നിന്നെ കൊന്നിട്ട് ഞാൻ ചാകൂ എന്ന് മുത്തശ്ശി പറയുന്നു. ഇത്രയും പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് പോകുമ്പോൾ വിഷമത്തോടെ രാധികയും യശോദയും നിൽക്കുന്നു. പോട്ടെ മോളെ, നീ ഇപ്പോൾ ചെയ്ത കാര്യം അത്രയ്ക്ക് വലുതാണെന്ന് മുത്തശ്ശിക്കറിയാം. എന്നിട്ടും നിന്നോട് ഒരു നല്ല വാക്ക് പറയാനുള്ള മടി കൊണ്ടാണ് എന്നൊക്കെ സങ്കടത്തോടെ യശോദ രാധികയോട് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് രാധിക പറയുന്നു, സാരമില്ലമ്മേ, പ്രിയങ്കയ്ക്ക് ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. മോളെ, സഹിക്കാൻ പറയാനേ അമ്മയ്ക്ക് പറ്റൂ. ഭഗവാനോട് പ്രാർത്ഥിക്കാം, മനസ്സിന് സമാധാനം തരാൻ പറയാം എന്നൊക്കെ യശോദ പറയുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് വീണ്ടും രാധിക നിൽക്കുന്നു. രാധികയെ ചേർത്ത് പിടിക്കുകയാണ് യശോദയും. ഇതേ സമയം ഐശ്വര്യ അശ്വതിയോട് ചോദിക്കുന്നു, ഞാൻ ചോദിച്ച കാര്യം അശ്വതിക്ക് മനസ്സിലായോ? ശ്യാമയുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടോ? എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അശ്വതി പറയുന്നു, ഇല്ല. എന്നോട് കള്ളം പറയരുത് എന്ന് വീണ്ടും ഐശ്വര്യ. ശ്യാമയ്ക്ക് ആ കുഞ്ഞിനെ കണ്ടെത്തിക്കൊടുക്കാൻ വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ശ്യാമയുടെ മകൾ ശ്രീകൃഷ്ണപുരത്തുണ്ടോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ശ്യാമ എപ്പോഴേ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നോ എന്നൊക്കെ അശ്വതി പറയുന്നു. ശ്യാമയുടെ മനസാക്ഷിയുടെ താക്കോൽ നിന്റെ കയ്യിൽ ഭദ്രമാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നോട് എന്തെങ്കിലും ഒളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അശ്വതിക്ക് ശരിക്കും എന്നെ അറിയാലോ. ഞാനും നീ ഇത്ര അടുത്ത് നിൽക്കുന്നത് തന്നെ ശ്യാമ എന്നൊരാൾ ഇടയിൽ നിന്നതുകൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ എന്നെ ഞാൻ നിനക്കുള്ള ശിക്ഷ വിധിച്ചേനെ എന്ന് ഐശ്വര്യ പറയുകയാണ്. എത്ര കാലം ഈ രഹസ്യം സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്കൊന്ന് അറിയണം. പൊയ്ക്കോ എന്ന് ഐശ്വര്യ അശ്വതിയോട് പറയുകയും അശ്വതി പോവുകയും ചെയ്യുന്നു. ഈ സമയം മുന്നിലേക്ക് വരികയാണ് ഐശ്വര്യയുടെ സെക്രട്ടറി. അവിടേക്ക് വരുന്നു. രഹസ്യങ്ങളുടെ പൂട്ട് ഒന്നുകൂടി ഉറപ്പിക്കാൻ നോക്കണ്ട, ഞാൻ അവിടേക്ക് ചെല്ലുമെന്നും പറയുന്നു. ടെൻഷനോടെ അശ്വതി അവിടെ നിന്ന് പോവുകയാണ്. എന്ത് പറ്റിയെന്ന് ആ കുട്ടി ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, ശ്രീകൃഷ്ണപുരത്ത് ഞാൻ ഇന്നൊരു പെൺകുട്ടിയെ കണ്ടു, ശ്യാമയുടെ അതേ രൂപത്തിലുള്ള പെൺകുട്ടി. ഞാൻ അവളെ ഫോളോ ചെയ്തിരുന്നു, അവൾ മിസ്സായി. എൻ്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഒന്നുകിൽ ശ്യാമ മകളെ കണ്ടെത്തി കാണും, അല്ലെങ്കിൽ അവൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന സത്യം ശ്യാമ അറിഞ്ഞിരിക്കണം. കൊല്ലാൻ ഏൽപ്പിച്ചതല്ലേ എന്ന് ആ കുട്ടി പറയുന്നു. ഗൗതമൻ, അയാളാണ് ആ കുറ്റം ചെയ്യാൻ ഏറ്റത്. അയാൾ അന്നത് ചെയ്തിട്ടില്ല എങ്കിൽ ആ പെൺകുട്ടി ജീവനോടെയുണ്ട്. ഗൗതമനെ കണ്ടുപിടിക്കണം, അയാൾ എവിടെയാണെങ്കിലും എന്ന് ഐശ്വര്യ പറയുന്നു. ശേഷം കാണിക്കുന്നത് രാധിക ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു. അവിടേക്ക്
രാധികയുടെ കയ്യിൽ കണ്ണന്റെ വിഗ്രഹമുണ്ട്. ഭഗവാനെ, എൻ്റെ അച്ഛനും അമ്മയും എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ട്. അവരെ വിട്ടുപിരിയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ അനാഥയാണ്, പാഴ്ജന്മമാണ്, എന്നെ വിളിപ്പേരെ മറക്കുന്നതുമില്ല. എൻ്റെ ശരിക്കുമുള്ള അച്ഛനെ അമ്മയും എനിക്കൊന്ന് കാണിച്ചു തരുമോ? അവര് എന്നെ ഓർക്കുന്നുണ്ടാവോ? എനിക്ക് രാധിക കണ്ണനെ നോക്കി പറയുന്നു. ആ അമ്മ എന്നെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടാവോ? എനിക്ക് കരഞ്ഞുകൊണ്ട് രാധിക പറയുന്നു. എപ്പോഴെങ്കിലും എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കൊതിച്ചിട്ടുണ്ടാവില്ലേ? ഒരിക്കൽ ഒരു തവണ ആ അമ്മയുടെ മുന്നിൽ എന്നെ ഒന്ന് എത്തിച്ചു തരുമോ? എനിക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറച്ചു നേരം കാണണം, അടുത്തിരിക്കണം. മടിയിൽ കിടന്ന് എല്ലാ സങ്കടങ്ങളും പറഞ്ഞ് പൊട്ടിക്കരയാൻ. അത്രയൊക്കെ മതി എനിക്ക്. അത് കഴിഞ്ഞ് എൻ്റെ ജീവൻ തന്നെ എടുത്താലും എനിക്ക് പരാതി ഉണ്ടാവില്ല. എൻ്റെ അമ്മയെ കണ്ട സന്തോഷത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മകളായിട്ട് ഈ ജീവിതം ഞാനങ്ങ് തീർത്തോളാം. എവിടെയാണെങ്കിലും എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയ്ക്ക് സമാധാനം കൊടുക്കണേ എന്ന് രാധിക പ്രാർത്ഥിക്കുന്നു. കണ്ണനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് രാധിക. ഇതേസമയം ശ്യാമ കണ്ണനയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രമാണ് എൻ്റെ ഒരേ ഒരു സമാധാനം. ഒരു ജന്മത്തിൻ്റെ കടമുണ്ട്, അത് അവളെ സ്നേഹിച്ച് എനിക്ക് വീട്ടാൻ പറ്റുള്ളൂ എന്നൊക്കെ ശ്യാമ കണ്ണനോട് പറയുകയാണ്. അശ്വതി ശ്യാമയുടെ അടുത്തേക്ക് വന്നു. ഇനി വൈകിക്കല്ലേ കൃഷ്ണ, എൻ്റെ മോളെ കാണാൻ എനിക്ക് കൊതിയായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ശ്യാമ. എന്നിട്ട് ശ്യാമ തിരിഞ്ഞപ്പോൾ അശ്വതി മുന്നിൽ നിൽക്കുന്നു. അശ്വതിയുടെ ടെൻഷൻ ശ്യാമ മനസ്സിലാക്കുന്നുണ്ട്. ശ്യാമേ, ഐശ്വര്യയ്ക്ക് എൻ്റെ സംശയം കാര്യമായിട്ടുണ്ട്. ശ്യാമ മോളെ കണ്ടെത്തിയോ എന്ന് എന്നോട് കുത്തി ചോദിച്ചു. പക്ഷെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ശ്യാമ, ഞാനൊരു കാര്യം പറയട്ടെ, ഐശ്വര്യയെ പേടിച്ച് സ്വന്തം മകളിലേക്കുള്ള ദൂരം ഇനിയും കൂട്ടണോ? ശ്യാമ ഉറച്ച ഒരു നിലപാടെടുത്തേ പറ്റൂ. ഐശ്വര്യയെ ശ്യാമയ്ക്ക് ധിക്കരിക്കേണ്ടി വന്നാൽ ധിക്കരിക്കണം. എന്നിട്ട് നമുക്ക് സംശയം തോന്നിയ സ്ഥലത്തേക്ക് മോളെ ഇറങ്ങണം. എനിക്ക് അശ്വതി പറയുമ്പോൾ ശ്യാമ പറയുന്നു, പറയാൻ എളുപ്പമാണ് ചേച്ചി, പക്ഷേ ആ വഴി എളുപ്പമല്ല. കൂടെ നിൽക്കുന്നു എന്ന് ഭാവിക്കുന്നവരൊക്കെ യാഥാർത്ഥ്യങ്ങളാണോ? എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്ന അറിവ് കിട്ടിയാൽ അവർ ആ നിമിഷം അവളെ ഇല്ലാണ്ടാക്കില്ലേ? ഭഗവാൻ എൻ്റെ കണ്ണിൽ നിന്നും എൻ്റെ മകളെ മറച്ചു നിർത്തുന്നത് പോലെ മറ്റുള്ളവരുടെ മനസ്സിൽ നിന്നും എനിക്ക് അവളെ മറച്ചു നിർത്തിയേ പറ്റൂ. കാരണം എനിക്ക് അവളെ വേണം, എൻ്റെ മകളെ എനിക്ക് വേണം. ഞാൻ ചെയ്ത പാപം എന്നെ ദഹിപ്പിച്ച് ഇല്ലാണ്ടാക്കട്ടെ. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, അവസാന ശ്വാസത്തിന് മുന്നെയെങ്കിലും അവൾ എൻ്റെ മുന്നിലെത്തും. അവളോട് മാപ്പ് പറഞ്ഞ് മനം നിറഞ്ഞ് മോളെ ഒന്ന് വിളിച്ചിട്ടേ ഞാൻ മരിക്കൂ. അതെങ്കിലും ഭഗവാൻ എനിക്ക് ബാക്കി വെക്കില്ലേ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. വളരെ സങ്കടത്തോടെ തന്നെ എന്നിട്ട് കണ്ണനെ നോക്കുന്നു. കണ്ണനോട് തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ശ്യാമ. സങ്കടത്തോടെ അത് കണ്ട് അശ്വതിയും നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് വരുൺ നല്ല ഉറക്കത്തിലാണ്. വരുൺ മുകളിലേക്ക് നോക്കിയപ്പോൾ ഫാൻ കറങ്ങുന്നത് കാണുന്നു. വരുണിനെ കണ്ണ് കാണാമെന്ന് മനസ്സിലായി. വളരെ സന്തോഷത്തിലിരിക്കുകയാണ് വരുൺ. ഈശ്വര, എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ പറയുന്നു. ബിജുവിനെ അവിടേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ വരുൺ. എടാ, ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു, എനിക്കിപ്പോൾ എല്ലാം വ്യക്തമായി കാണാം. സത്യവാടാ എനിക്ക് വരുൺ. ഞാൻ കുറച്ചു നേരം നല്ല ടെൻഷനിലായിരുന്നു. അബദ്ധവശാൽ കണ്ണ് തുറന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചതാണെന്ന് പറയില്ലായിരുന്നോ എനിക്ക് ബിജു? എടാ, കൃത്യസമയത്ത് നീ കൂടെ നിന്നുകൊണ്ടാണ് ഇതെല്ലാം ഇവിടെ വരെ എത്തിയത്. എന്നിട്ട് ഞാൻ നിന്നെ സംശയിക്കുമോ എന്നൊക്കെ വരുൺ. എന്തായാലും കണ്ണ് തെളിഞ്ഞ സമയം കൊള്ളാം. പെട്ടെന്ന് കണ്ണാടിയിൽ നോക്കി റെഡിയായിക്കേ എന്ന് ബിജു. എന്തിനെ എന്ന് വരുൺ. ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് എല്ലാവരും കാശിക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക, അതുകൊണ്ടാണെന്ന് കളി പറയുകയാണ് ബിജു. എന്നിട്ട് പറയുന്നു, ഇന്ന് ആദ്യരാത്രിയല്ലേ, പ്രിയതമ കാത്തിരിക്കുകയാണ്, വേഗം അങ്ങോട്ട് ചെല്ല് എന്നൊക്കെ പറയുന്നു. എല്ലാം വ്യക്തമായി കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ മണവാട്ടിയും കണ്ടോളും എന്ന് ബിജു. ഇവിടെ പോടാ എന്നൊക്കെ വരുണും പറയുന്നു. ഒന്ന് അങ്ങോട്ട് എത്തിച്ചു കിട്ടിയാൽ എനിക്ക് സമാധാനമായി. എന്നിട്ട് വേണം എനിക്ക് നീട്ടി നിവർന്ന് കിടന്ന് ഒന്നുറങ്ങാൻ. ഇങ്ങനെയുണ്ടോ ടെൻഷൻ പിടിച്ചൊരു കല്യാണം എന്ന് ബിജു. നിന്റെ കല്യാണം ആവട്ടെ, എന്നിട്ട് ഞാനും ഇതുപോലെ ബുദ്ധിമുട്ടിച്ചോളാം എന്ന് വരുൺ. എന്തിനെ, എൻ്റെ കല്യാണത്തിന് ഇതുപോലെ സ്പ്രേ എടുത്ത് അടിച്ചു തരുമോ എന്ന് ബിജു. എന്നാ പിന്നെ അങ്ങോട്ട് പോയാലോ എന്ന് വരുൺ. മണവാളനെ നാണമുണ്ടോ എന്ന് ബിജു. അത് പിന്നെ ഉണ്ടാവില്ല എന്ന് വരുണം. ഉണ്ടാവും, പക്ഷേ ഇരുത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം എന്ന് ബിജു. എടാ, വളരെ കുറച്ച് ദിവസം കൊണ്ട് ഒരാളെ കാണുക, മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുക, സ്വന്തമാക്കിയിട്ട് വീട്ടിനകത്ത് കൊണ്ടുവരിക. ഇതുവരെ കളിച്ചതും ചിരിച്ചതും പോലെയല്ല ഇന്ന് എന്നൊക്കെ വരുൺ പറയുന്നു. ഇന്ന് ബിജു ചോദിക്കുമ്പോൾ എടാ പോടാ എന്ന് പറഞ്ഞ് നാണത്തോടെ ഇരിക്കുകയാണ് ബിജു. ശേഷം അവരെല്ലാം ഹോളിലേക്ക് വന്നു. എന്നാ പിന്നെ അകത്തേക്ക് കയറിയട്ടെ എന്ന് പറയുകയാണ് ബിജു. ഇവിടെ അല്ലല്ലോ മണിയറ ഒരുക്കുന്നത് എന്ന് വരുൺ. മണിയറ ഒരുക്കുന്നത് ഇവിടെയല്ല, പക്ഷേ പ്രിയങ്ക കാത്തിരിക്കുന്നത് ഇവിടെയാണെന്ന് ബിജു പറയുന്നു. അതെന്ത് പറ്റിയെന്ന് വരുൺ. അതിനെപ്പറ്റി എനിക്കറിയില്ല. ചിലപ്പോൾ പെൺകുട്ടിക്ക് അവരുടേതായ ഒരു ഇഷ്ടങ്ങളൊക്കെ കാണല്ലേ. ഇനിയിപ്പോൾ അത് ചോദിക്കാനും പറയാനും നിൽക്കണ്ട ചെല്ലിക്കുട്ട എന്നൊക്കെ ബിജു പറയുന്നു. എന്നാ പിന്നെ പോവാലേ എന്ന് ബിജു. ഇപ്പോൾ കണ്ണ് കൃത്യമായി കാണാലോ അല്ലേ എന്നൊക്കെ ബിജു. ഇപ്പോൾ എനിക്ക് കണ്ണ് പണ്ടത്തെക്കാൾ കൃത്യമായിട്ട് കാണാമെന്ന് വരുണും പറയുന്നു. അപ്പോൾ കയറാം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു നാണത്തോടെയൊക്കെ നിൽക്കുകയാണ് വരുൺ. പതിയെ കതക് തുറന്ന് അകത്തേക്ക് കയറുന്നു.
സാരിയുടെ തുമ്പ് കൊണ്ട് തലയിൽ കൂടി ഇട്ടിങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ് ആ കുട്ടി. ഇതെന്താ തലയൊക്കെ മറച്ച് എന്ന് വരുൺ ചോദിക്കുമ്പോൾ ബിജു പറയുന്നു, നാണം കൊണ്ടാവും, നാണം വന്നാൽ എന്തും ചെയ്യുമല്ലോ, അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞ് ബിജു പറഞ്ഞു വിടുകയും ഡോർ അടയ്ക്കുകയും ചെയ്യുന്നു. ടെൻഷനോടെ നിൽക്കുകയാണ് ഇപ്പോൾ. ടെൻഷനോടെയും നാണത്തോടെയും ഒക്കെ നിൽക്കുകയാണ് വരുൺ. തൊണ്ട ഒന്ന് അനക്കുന്നു, എന്നിട്ടും കുട്ടി തിരിയുന്നില്ല. അല്ല, എന്ത് പറ്റി ഇത്ര നാണിക്കാനെന്നൊക്കെ വരുൺ പറയുന്നുണ്ട്. അതെ, ഇങ്ങനെ തല മൂടിപ്പൊറിച്ച് നാണിച്ചു നിൽക്കേണ്ട ദിവസമല്ല എടോ, ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്, നമുക്ക് ഒരുപാട് സംസാരിക്കാനില്ലേ എന്നൊക്കെ വരുൺ പറയുന്നുണ്ട്. അതെ, എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്, അത് ഇന്ന് രാത്രിയെന്നല്ല, എത്ര രാത്രിയായാലും സംസാരിച്ചാൽ തീരാത്ത കാര്യങ്ങളുണ്ട് എന്നൊക്കെ വരുൺ പറയുന്നുണ്ട്. ഈ സമ്പത്തുള്ള വീട്ടിൽ ജനിച്ചു, സ്നേഹമുള്ള അച്ഛനമ്മമാരെ കിട്ടി, ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഭാഗ്യവാനാണെന്ന് എൻ്റെ കൂട്ടുകാർ എന്നോട് പറയാറുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് ഞാൻ ലക്കിയായത്, തന്നെ സ്വന്തമാക്കിയപ്പോൾ. എടോ തനിക്കറിയോ, ഒരു മുറിയിൽ നമ്മൾ അടുത്തിരിക്കുന്നത് ഇപ്പോഴാണ്, പക്ഷേ എത്രയോ രാത്രികളായിട്ട് താൻ എൻ്റെ കൂടെയുണ്ട്, അത് പറഞ്ഞാൽ താൻ ചിരിക്കുമെന്നൊക്കെ വരുൺ പറയുന്നു. ഇത്രയും പറഞ്ഞിട്ടും ആ സാരിയുടെ തുമ്പ് മാറ്റാൻ തയ്യാറാവുന്നില്ല ആ കുട്ടി. ഇത്രയും ഞാൻ പറഞ്ഞിട്ടും എന്താണ് ഒന്നും മിണ്ടാത്തത് എന്ന് വീണ്ടും ചോദിക്കുകയാണ് വരുൺ. എത്ര ചോദിച്ചിട്ടും അനങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ വരുൺ ആ കുട്ടിയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.